നമുക്ക് വാർത്തകൾ ചുരുക്കത്തിലേക്ക്. കണ്ണൂരിലെ ബോംബ് സ്ഫോടനം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പിന്നിൽ CPM എന്ന പ്രതിപക്ഷം. കണ്ണൂരിൽ ബോംബ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നത് CPM. ചിഹ്നം പോയാൽ CPMന് ബോംബ് ചിഹ്നമാക്കാമെന്നും പ്രതിപക്ഷത്തിന്റെ പരിഹാസം. പഴയ കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസാണ് ബോംബ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നോട്ടീസ് അയച്ച ഹൈക്കോടതി. സർക്കാർ, പന്തീരാങ്കാവ് SHO, പെൺകുട്ടി എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. രാഹുൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. കേസ് റദ്ദാക്കാനുള്ള യുവതിയുടെ സത്യവാങ്മൂലവും ഇതോടൊപ്പം നൽകിയിരുന്നു. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച കുഫോസ്. സൾഫൈഡിന്റെയും അമോണിയയുടെയും അമിത അളവ് മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെരിയാർ മലിനമായി 1 മണിക്കൂറിനുള്ളിൽ മീനുകൾ ചത്തുപൊങ്ങിയെന്നും കണ്ടെത്തൽ. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും കുഫോസിന്റെ നിർദ്ദേശം. പത്തനംതിട്ടയിൽ പീഡനക്കേസ് പ്രതിയായ CPM നേതാവിനെ പാർട്ടി തിരിച്ചെടുത്തു. തിരുവല്ല ലോക്കൽ കമ്മിറ്റി അംഗം CC സജിമോനെയാണ് തിരിച്ചെടുത്തത്. അന്വേഷണ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഒരു തെറ്റിൽ 2 നടപടി വേണ്ടെന്ന് കമ്മീഷൻ. 2 പീഡന കേസുകളാണ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 4 വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിലാണ് ഈ മാസം ജൂൺ 1 ചികിത്സയ്ക്കിടെ മരിച്ചത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയത് എന്ന കണ്ടെത്തലുമുണ്ട്. തൃശൂർ ചെറുതുരുത്തിയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർ തമ്മിൽ സംഘർഷം. ചെറുതുരുത്തി പാലത്തിനു സമീപം പ്രവർത്തിക്കുന്ന കിസ്മിസ് ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത്. എറണാകുളം മൂവാറ്റുപുഴയിൽ മഞ്ഞപ്പിത്ത ഭീതി വിട്ടൊഴിയുന്നില്ല. വേങ്ങൂരിൽ മാത്രം ഇതുവരെ 249 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഹെപ്പറ്റൈറ്റിസ് B രോഗബാധിതരുടെ എണ്ണവും വർദ്ധിക്കുന്നു. 2 പേർ ഇതിനോടകം രോഗം ബാധിച്ച് മരിച്ചു.